ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജൂൺ 19 വായനാ ദിനമായി നാം ആചരിക്കുകയാണ്. വായനയുടെ ദേശീയ ദിനമാണ് ശ്രീ പി എൻ പണിക്കർ സാർ മരിച്ച ജൂൺ 19. കേരളത്തിലെ സാംസ്കാരിക രംഗത്താകെ വായനയുടെ പൂക്കാലമായിരുന്നു. എന്തെല്ലാം സാംസ്കാരിക പരിപാടികളായിരുന്നു. എല്ലാ സ്കൂളുകളും അത് ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ വായന സമൂഹത്തിൽ നാം വിചാരിക്കുന്നത് പോലെ നടക്കുന്നുണ്ടോ? ഇന്നത്തെ ചർച്ച വായന മരിക്കുന്നുവോ? ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ അലിയാർ ഇരുമ്പുപാലം. അദ്ദേഹം പ്രമുഖ കവിയാണ്, സാംസ്കാരിക പ്രവർത്തനമാണ്. സ്വാഗതം സാർ. വായനാ വാരമാണല്ലോ, അങ്ങേക്കറിയാം. ഇന്നലെ ജൂൺ 19 കേരളം മുഴുവൻ, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഭാരതം മുഴുവൻ തന്നെ ദേശീയ വായനാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനമായ ജൂൺ 19. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർവ്വ വിദ്യാലയങ്ങളിലും, അത് ഗവൺമെൻറ് പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതുകൂടാതെ തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും വായനശാലകളിലും പൊതു സാംസ്കാരിക മേഖലകളിലൊക്കെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികൾ നടന്നു. വായനാ ദിനത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതൊരു വായനാ ദിനമായും വായനാ പക്ഷാചരണമായിട്ടും ഒക്കെ. ഇപ്പോൾ ലൈബ്രറി കൗൺസിൽ പക്ഷാചരണമായിട്ടാണ് അത് ആചരിക്കുന്നത്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഈ വായനയെയും വായനാ വാരത്തെയും വായനാ പക്ഷാചരണത്തെയും വായനയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിനത്തെയും ഒക്കെ അങ്ങ് എങ്ങനെ കാണുന്നു? വായന എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ, അതായത് ലോകത്തിൻ്റെ തന്നെ പുരോഗതിയുടെ ഏറ്റവും നിദാനമായിട്ടുള്ള ഒരു കാര്യമാണ് വായന. വായനയില്ലെങ്കിൽ ഒരു പുരോഗതിയുമില്ല, സാംസ്കാരികമായിട്ടുമില്ല, സാങ്കേതികമായിട്ടുമില്ല. വായന അത് സമൂഹത്തിൽ കുറയുന്നു, അല്ലെങ്കിൽ വായനയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു, വായനയുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു എന്നുള്ള നിലയിലൊക്കെയുള്ള സങ്കടങ്ങളുടെയും ആശങ്കകളുടെയും ഇടയ്ക്ക് ഇങ്ങനെ ഒരു പക്ഷാചരണവും അല്ലെങ്കിൽ ഒരു ദിനാചരണവും ഇത്തരം ആചരണങ്ങൾ വളരെ ഏറെ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനും കുട്ടികളിലും പുതുതലമുറകളിലുമൊക്കെ അത് വായനയുടെ ഒരു പ്രാധാന്യം എത്തിക്കാനും വളരെ ഏറെ സഹായകമാണ്. വായന സമൂഹത്തിൽ പൊതുവെ കുറയുന്നു എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? നമ്മുടെ പഴയ കാലം വെച്ച് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് വായന കുറഞ്ഞു എന്ന് തോന്നാം. അതായത് നമുക്കറിയാം, ഈ മാസികകളുടെ, അതായത് വാരികകളുടെ അത്തരത്തിലുള്ള വായനകൾ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിജിറ്റൽ സ്പേസിൽ, അതായത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സ്പേസിൽ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ മീഡിയകളിലുള്ള വായന വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നഷ്ടപ്പെട്ടത് മറ്റൊരിടത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഗൗരവമുള്ള പുസ്തക വായന ഇന്ന് പഴയതുപോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം. അങ്ങ് പറയുന്നത് ഏതാണ്ട് ശരിയാണെന്ന് തോന്നുന്നു. ഗൗരവ വായന, പ്രത്യേകിച്ച് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് പുസ്തകം എടുത്തുള്ള വായന, പുസ്തകം വാങ്ങിയുള്ള വായന, പുസ്തക ചർച്ചകൾ, ആ പുസ്തക വായന തന്നെ ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനമാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള വായനകൾ സമൂഹത്തിൽ നടക്കുന്നില്ല. പക്ഷേ മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു സ്പേസ് കണ്ടെത്തി ഈ റീഡിങ് നടക്കുന്നുണ്ട്. അതാണ് അങ്ങ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത് സർഗാത്മക മേഖല വിട്ടിട്ട് ഒരു തരം വൈജ്ഞാനിക മേഖലയെ പുണരുന്ന, ആശ്ലേഷിക്കുന്ന ഒരവസ്ഥ ഈ യങ് ജനറേഷന് ഉണ്ടോ? വൈജ്ഞാനിക മേഖല മാത്രമല്ല ഈ വായനയിൽ വരുന്നത്. സാഹിത്യവും കവിതയും നോവലും നിരൂപണവും ഫിലിം റിവ്യൂ എല്ലാം തന്നെ അത്ര വായനകളിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ വൈജ്ഞാനിക മേഖലയിലേക്കുള്ള ഒരു കടന്നുകയറ്റവും ഉണ്ട്, ആ രീതിയിലുള്ളൊരു വായനയും ഉണ്ട്. പക്ഷേ പഴയതുപോലെ പുസ്തകങ്ങളുടെ, നോവലുകളുടെ, കഥകളുടെ, നാടകങ്ങളുടെയൊക്കെ വായന അതേ ഊർജത്തിൽ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങ് പ്രമുഖനായ കവിയാണ്. പ്രത്യേകിച്ച് മലയാളത്തിലൊട്ട് മിക്ക വാരികകളിലും ശ്രീ അലിയാർ ഇരുമ്പുപാലത്തിൻ്റെ കവിതകൾ വരുന്നുണ്ട്. ഒരു കവി എന്ന നിലയിൽ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പ്രാധാന്യമുള്ള സമയമാണല്ലോ. ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു ഈ റീഡിംഗ് ഒക്കെ. സോഷ്യൽ മീഡിയകളിൽ ധാരാളമായി കവിതകൾ വരുന്നുണ്ട്. അപ്പോൾ പുതിയ എഴുത്തുകാരുടെ ഒരു വലിയ കുത്തൊഴുക്ക് തന്നെ കാണാം. വാളെടുക്കുന്നവനൊക്കെ വെളിച്ചപ്പാടാകുന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ആർക്കും കവിത എഴുതാവുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയും കവികളുടെ എണ്ണം പെരുകിയിട്ടുമുണ്ട്. ഈ കവിതകൾ വായിക്കപ്പെടുന്നത്, പൊതുസമൂഹം ഈ കവിതകൾ നന്നായി വായിക്കപ്പെടുന്നു എന്നങ്ങ് കരുതുന്നുണ്ട്? എണ്ണം കൂടി, അല്ലെങ്കിൽ കവികളുടെ എണ്ണം കൂടി, എഴുത്തിനുള്ള സ്പേസ് കൂടി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ തന്നെ ഈ എണ്ണത്തിൽ തന്നെ കാമ്പുള്ളതും പുതുമയുള്ളതും പുതിയ ഭാവുകത്വം സൃഷ്ടിക്കുന്നതുമായ കവിതകൾക്ക് ഇന്നും വായനക്കാരെ കിട്ടുന്നുണ്ട്.
കാരണം ഈ പെരുക്കത്തിനിടയിലും അത്തരം കവിതകളും ആർട്ടിക്കിളുകളും തിരഞ്ഞെടുത്ത് വായിക്കുകയും അതിനെ വിമർശിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ജനത വായനക്കാരുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഈ പെരുക്കങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും വായനയുടെ സ്പേസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നലും വരാറില്ലേ? തീർച്ചയായിട്ടും. കാരണം പണ്ടൊരു കവിത നമ്മൾ എഴുതിയാൽ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊരു പ്രസാധകന് അയച്ചു കൊടുത്താൽ മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ കാത്തിരുന്നാൽ ഒരു അന്നേരമായിരിക്കും എൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. ചിലപ്പോൾ പ്രസിദ്ധീകരിക്കാം, ഇല്ലാതിരിക്കാം. ചിലപ്പോൾ പ്രസിദ്ധീകരിക്കുമ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയാം. പക്ഷേ ഇന്ന് ഓരോ വ്യക്തിയും ഓരോ പ്രസാധകനാണ്. കാരണം അവൻ്റെ പേജിൽ, അവൻ്റെ ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റഗ്രാമിൻ്റെയോ മറ്റു ഏതെങ്കിലും മീഡിയയുടെ സ്പേസിൽ അവൻ അപ്പോൾ തന്നെ അത് പുറം ലോകത്തേക്ക് എത്തിക്കാനൊരു ഒരു മാർഗ്ഗമുണ്ട്. പത്രാധിപരുടെയും കട്ടിങ്ങിന് വിധേയമാകാതെ, അല്ലെങ്കിൽ ഒരു പത്രാധിപരുടെയും മറ്റ് രീതിയിലുള്ള പരീക്ഷണങ്ങൾക്ക് മറ്റൊന്നും വിധേയമാകാതെ സ്വയമായി പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന, സ്വയം പ്രസാധകനായി മാറുന്ന ഒരു സംവിധാനം ഇപ്പോൾ പുതിയ കാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഉണ്ട്, ഉണ്ട്. അത് എഴുത്തുകാരെ സംബന്ധിച്ച് അനുഗ്രഹീതമാണ്. അതെ. അപ്പോൾ ഈ തരം സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിമിതമായ രീതിയിൽ പോലും കിട്ടുന്ന ചില സംബോധനകൾ, അല്ലെങ്കിൽ കിട്ടുന്ന ചില മറുപടികൾ, ചില വിശേഷണങ്ങൾ, ഇതൊക്കെ എഴുത്തുകാരെ സത്യത്തിൽ കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? സത്യത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്തായാലും എഴുത്തുകാർക്കൊരു ഊർജ്ജമാണ്. എന്നാൽ പലപ്പോഴും ഞാനൊക്കെ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രസിദ്ധീകരണത്തിനൊക്കെ അയച്ചിട്ട് അവിടെ പ്രസിദ്ധപ്പെടുത്തി വന്നതിന് ശേഷമാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ളൂ. കാരണം നേരിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ആർട്ടിക്കിൾ ഇട്ടാൽ അത്ര എഫക്റ്റ് ഇല്ല. മാത്രമല്ല അതിൽ നമുക്കൊരു സംതൃപ്തി ഇല്ല. ഈ ഒരു കാലത്ത് നമ്മളിപ്പോൾ ആദ്യം അങ്ങ് സൂചിപ്പിച്ച ഖണ്ഡശ വരുന്ന നോവലുകൾ, ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെടുന്ന കഥകൾ, ഇതിനൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഒട്ടേറെ വായനക്കാരുണ്ടായിരുന്നു. അപ്പോൾ മനോരമ, മംഗളം തുടങ്ങിയ, മനോരാജ്യം ഒക്കെ തുടങ്ങിയ കുറേ വാരികളുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുകയും കുറേ കാലം നിലനിൽക്കുകയും വായനക്കാരൻ്റെ അഭിരുചികളെ സ്വാധീനിക്കുകയൊക്കെ ചെയ്തിട്ട് അത് പെട്ടെന്ന് അങ്ങ് നിലച്ചുപോയി. ഈ സീരിയലുകളായിരിക്കുമോ ആദ്യത്തെ കാരണം? പ്രധാനമായിട്ടും ടെലിവിഷന്റെ രംഗപ്രവേശം അതിനൊരു കാരണം തന്നെയാണ്. പണ്ടത്തെ ഇതുപോലെ ഒരു ഏതെങ്കിലും കൂലി ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ കമ്പനിയിൽ പണിയെടുക്കാൻ പോകുന്നവർക്കൊക്കെ വൈകിട്ട് ഈ വാരിക, സഖിവാരിക അല്ലെങ്കിൽ മനോരമ, മംഗളം അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ വാങ്ങി വന്ന് അതിന് ഒരു വെളിച്ചത്തിലിരുന്ന് അതിനു വേണ്ടി കഷ്ടപ്പെട്ട് വായിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇന്ന് നിലവിലില്ല. അതേ കണ്ടന്റുള്ള, അതേ സ്വഭാവമുള്ള സീരിയലുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതിലേക്ക് ആസ്വാദനം മാറി. കാലം മാറുന്നതിനനുസരിച്ച് വന്ന ഒരു അപജയമാണ് ആ കാര്യത്തിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആളുകളുടെ ആസ്വാദനക്ഷമതയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കരുത്. അത് വായനയിലൂടെ ആവാം, കാഴ്ചയിലൂടെ ആവാം. അപ്പോൾ അതിനെ കാഴ്ചയിലൂടെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇപ്പം നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അത്തരം ഖണ്ഡശ വരുന്ന നോവലുകളൊക്കെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം നോവലുകൾ പലപ്പോഴും ആഴ്ചയിൽ അത്തരം ആഴ്ചപ്പതിപ്പുകൾ വിറ്റഴിഞ്ഞത് 10-15 ലക്ഷം വരെയായിരുന്നു. അത് വായിക്കുന്നത് ഏതാണ്ട് ഈ 10, 20, 25 ലക്ഷം ആളുകൾ ഒരാഴ്ചയിൽ വായിച്ചു പോകുന്ന കഥകൾ, നോവലുകൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ എത്രയോ വട്ടം അതിന് സാക്ഷ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു വാരിക വരുന്ന ദിവസം ബുധനാഴ്ചയാണെങ്കിൽ ആ വാരിക വാങ്ങിക്കൊണ്ട് വന്ന് ഒരാൾ അത് വായിക്കുന്നു, ബാക്കിയുള്ളവർ ചുറ്റും കൂടിയിരിക്കുന്നു. ഈ കാഴ്ചകൾ നമ്മൾ ഈ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ജനപ്രിയ നോവലുകൾ മലയാളത്തിൻ്റെ വായനയെ ഉരുവപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടോ? അത്തരം നോവലുകളും സൃഷ്ടികളും ഒക്കെ വായനയെ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടത് എത്രത്തോളം ഒരു നിർമ്മിതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാൽ പോലും വായന എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ അതിനെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാഷയ്ക്ക് അത് പ്രത്യേക രീതിയിലുള്ള സംഭാവനകൾ നൽകുന്നില്ല എന്നർത്ഥം അല്ലേ? ഒരു അലസ വായനയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉപരിപ്ലവമായ വായനയ്ക്ക് അതൊരു എന്റർടൈൻമെന്റ് തന്നെയാണ്. അതിനല്ലെന്ന് നമുക്ക് നിഷേധിക്കാനാവില്ല. പക്ഷെ അവന്റെ വായനാഭിരുചികളെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന എന്തൊക്കെയോ അതിനകത്തുണ്ട് ഇല്ലേ? അതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരമുള്ള ഒരു വായന, ഒരുപക്ഷെ ഭാഷയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന, ഭാഷയിൽ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്ന, അത് ഭാഷ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പാമ്പ് ഉറയൂരുന്നത് പോലെ ഉറയൂരുന്നൊരു ഭാഷ, അല്ലെങ്കിൽ ഇല പൊഴിച്ചിട്ട് പുതിയ തളിരിലകൾ വരുന്നത് പോലെ തന്നെയാണ് ഭാഷയും. ഭാഷ ഇങ്ങനെ അനുനിമിഷം പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഭാഷയിൽ ഇവരുടെ സംഭാവന കുറവാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം അല്ലേ? അത് ഒരു പ്രത്യേക ആസ്വാദന തലത്തിലുള്ള ആളുകൾക്ക് വേണ്ടി എഴുതുന്നതാണ്. കാരണം അതിൻ്റെ എല്ലാത്തിൻ്റെ പ്രമേയങ്ങളിൽ ഒരു സാമ്യതയുണ്ട്.
ആസ്വാദകരുടെ ഒരു ഇംഗിതം അനുസരിച്ച് അത് ചെയ്തു പോരുന്നു. അത് സമൂഹത്തിൽ നടക്കുന്ന ജീവിതമാണല്ലോ പലപ്പോഴും എഴുത്തുകാരനെ സംബന്ധിച്ച് അവൻ്റെ വെല്ലുവിളി. ഉം. ആ ജീവിതത്തിൻ്റെ ആഴങ്ങളെ അത് എത്രമാത്രം ആഴത്തിൽ തൊട്ട് നിൽക്കുന്നുവോ അതിനാണ് ഏറ്റവും സത്തയുള്ള കാതലുള്ള കൃതിയെന്ന് നമ്മൾ പറയുക. ഉം. അപ്പോൾ എഴുത്തുകാരൻ പലപ്പോഴും ജീവിതം ഈ സാധാരണക്കാരൻ്റെ ആയാലും ആരുടെ ആയാലും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നാണ് പറയുക. പലപ്പോഴും ഈ ജനപ്രിയ എഴുത്തുകാർ ജീവിതത്തിൻ്റെ ഈ ഈ തൊലിപ്പുറമേയുള്ള ഉം. കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഒന്ന് പൊതുവേ അവൻ്റെ പ്രണയം, അവൻ്റെ ചില ദുഃഖങ്ങൾ, അവൻ്റെ ആഹാര പ്രശ്നങ്ങൾ, ഇതൊക്കെ തൊട്ടങ്ങ് പോവുകയാണ്. അതിനപ്പുറത്തേക്ക് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക്, യുദ്ധം പോലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക്, ലോകത്താകമാനമുള്ള പട്ടിണിയിലേക്ക്, ചൂഷണത്തിലേക്ക്, സ്ത്രീ പീഡനത്തിലേക്ക്, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഒക്കെ ആഴ്ന്നിറങ്ങുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടാവാറില്ല അല്ലേ? ഇല്ല, അത്തരം സൃഷ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്തരം ആസ്വാദകർക്ക് കിട്ടേണ്ടുന്ന പ്രണയവും അത്തരം അതുമായി ബന്ധപ്പെട്ട പൈങ്കിളി എന്ന് തന്നെ ഒരു കാലത്ത് അതിന് വിശേഷിപ്പെട്ടിരുന്നില്ല. അത്തരം ഒരു സബ്ജക്റ്റിലേക്കായിരിക്കും എപ്പോഴും അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്, അത്തരം ആർട്ടിക്കിളുകൾ. കാരണം ആ ആസ്വാദകർക്ക് അത് വേണം എന്നൊരു മുൻവിധിയോടെയാണ് അത് ചെയ്യുന്നത്. ഇപ്പം അങ്ങ് കേട്ടു, ഇപ്പം ഈ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി നൽകിയ യുവ പുരസ്കാർ, അത് ഇവിടെ കിട്ടിയിരിക്കുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുതിയ നോവലിനാണ്. ആ പേര് ഇപ്പോൾ വളരെ ചർച്ച, ഇപ്പം നമ്മുടെ മാധ്യമങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട് ആ നോവൽ. അത് എഴുതിയിരിക്കുന്നത് അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ഒരു യുവ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇതിനു മുമ്പ് അധികം കേട്ടിട്ടില്ല. 1-2 പുസ്തകമാണ് ആദ്യം എഴുതിയുള്ളത്. പക്ഷേ ഈ പുസ്തകത്തിന് എഴുതി തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടുകയുണ്ടായി. അപ്പോൾ ഈ അവാർഡ് ദേശീയമായൊരു അവാർഡാണ്, ചെറിയൊരു അവാർഡല്ല. അപ്പോൾ ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ നമ്മുടെ കൽപ്പറ്റ നാരായണനെ പോലുള്ളവർ, ഇന്ദുമേനോനെ പോലുള്ള പുതിയ എഴുത്തുകാരൊക്കെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. വിമർശനത്തിന്റെ കാരണം ഈ നോവൽ അശ്ലീല ഭാഷ ഉപയോഗിച്ചതേ കൊണ്ടേ അല്ല, അങ്ങനെയില്ല. പക്ഷെ ഭാഷ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അതിശക്തമായ അടിയൊഴുക്കുകളെ സ്പർശിച്ചു പോകാൻ ശേഷിയുള്ളതായിരിക്കണം, ക്ഷമതയുള്ളതായിരിക്കണം എന്നാണ് കൽപ്പറ്റ സാറൊക്കെ പറയുന്നത്. തന്നെയല്ല, അത് ആധുനിക ഭാഷയുമായി, ഇപ്പോൾ വിനിമയത്തിലുള്ള ഭാഷയുമായി ഒത്തുപോകുന്നതായിരിക്കണം. ഇദ്ദേഹം അതിൽ ചെയ്തില്ല. ഇദ്ദേഹം പരമ്പരാഗതമായ ഏതോ ഒരു ഉപരിപ്ലവ ഭാഷയെ, അലസ ഭാഷയെ എടുത്ത് എഴുതിയെന്നാണ് ആക്ഷേപം. അതിനോട് എന്താണ് പ്രതികരണം? ഈ വിമർശനം ഞാനും കേട്ടു. പക്ഷേ അത് അവാർഡിന് അർഹമാക്കി എന്ന് പറയുന്നത് അതിൻ്റെ വളരെ വിപണി മൂല്യം നോക്കിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ കോപ്പി വിറ്റഴിഞ്ഞു എന്നൊരു അർത്ഥത്തിൽ ഒരു സൃഷ്ടിയെ, ഒരു ആർട്ടിക്കിളിനെ നമുക്ക് മഹത്വവൽക്കരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ കണ്ടന്റും ഭാഷയിലെ പുതുമയും കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എഴുത്തുകാരൻ പലപ്പോഴും കച്ചവടക്കാരനാകാറില്ല, അത് അപൂർവമായിട്ടേ സംഭവിക്കാറുള്ളൂ. അതായത് ഇപ്പോൾ DC കിഴക്കേമുറി, അദ്ദേഹം വളരെ നന്മയുള്ള എഴുത്തുകാരനും കൂടിയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് കച്ചവടത്തിൻ്റെ തന്ത്രങ്ങൾ അത്ര കണ്ട് വശമില്ലായിരുന്നു. പക്ഷേ DC കിഴക്കേമുറിക്ക് അർഹമായ സാഹിത്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഒരു സ്ഥാനം കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പക്ഷേ അത്രയില്ല. കാരണം മകൻ ആ സാംസ്കാരിക രംഗത്തുനിന്ന് മാറി ഇതിനെ കച്ചവടവൽക്കരിക്കുകയും അത് കച്ചവടത്തിൻ്റെ ഒരു ഭൂമികയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അങ്ങേക്ക് സംശയമില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ വിപണന മൂല്യം അങ്ങ് സൂചിപ്പിച്ചതുകൊണ്ടാണ് വിപണനം ഒരു വലിയ കലയാക്കി മാറ്റുകയും, ഈ പുസ്തകം എഴുതുന്നതിനേക്കാൾ വലിയൊരു തന്ത്രം വേണം പുസ്തകം വിറ്റഴിക്കാൻ. പുസ്തകം വിറ്റഴിക്കുമ്പോൾ ഒരുപക്ഷെ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ചില പരസ്യങ്ങളിലൂടെ, ചില കാര്യങ്ങളിലൂടെയൊക്കെ പുസ്തകം വിറ്റഴിക്കാൻ കഴിയും. അങ്ങനെ പുസ്തകം ലക്ഷത്തിന് മുകളിൽ പുസ്തകം വിറ്റഴിക്കാൻ കുറഞ്ഞ കാലം കൊണ്ട് അഖിലിന് കഴിഞ്ഞു എന്നും, അങ്ങനെ ജനപ്രിയമായ ഈ പുസ്തകത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ജൂറി കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് നമ്മൾ ആദ്യം തന്നെ പരാമർശിച്ചല്ലോ, അതായത് എത്രത്തോളം വിറ്റഴിഞ്ഞു എന്നതിനെ കേന്ദ്രീകരിച്ച് നമുക്കതിൻ്റെ മൂല്യം നിശ്ചയിക്കാൻ കഴിയില്ല. വിപണന മൂല്യമുണ്ട്, പക്ഷേ അതിലെ എന്ത് സംഭാവന ഭാഷയ്ക്ക് ചെയ്തു, എന്ത് പുതുമ ചെയ്തു, അല്ലെങ്കിൽ വായനക്കാരുടെ പ്രതികരണം നോക്കിയിട്ടൊന്നും ആണ് അവാർഡ് കൊടുത്തതെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു ചർച്ചയൊന്നും ഇതുവരെ വന്നതായിട്ടും അറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഒരുപക്ഷെ മുട്ടത്ത് വർക്കിയുടെ പാടാത്ത പൈങ്കിളി, അല്ലെങ്കിൽ ലോറ നീ എവിടെ തുടങ്ങിയ നോവലുകളൊക്കെ ആയിരിക്കണം കേരളത്തിലെ ഏറ്റവും നല്ല നോവൽ എന്ന് പറയപ്പെടേണ്ടത്, ഇല്ലേ? കാരണം അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കാൾ, ഒരുപക്ഷെ ആടുജീവിതത്തെക്കാൾ, ഒരുപക്ഷെ പെരുമ്പടവൻ ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനേക്കാൾ ഒക്കെ ആളുകൾ പാടാത്ത പൈങ്കിളി വായിച്ചിട്ടുണ്ട്. പക്ഷേ പാടാത്ത പൈങ്കിളിയുടെ സ്ഥാനം ഒരു സ്ഥലത്താണ്, അല്ലേ? ഇത് രണ്ട് സ്ഥലത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ വായനാ ദിനവും വായനാ വാരവും വായനാ
പക്ഷാചരണമൊക്കെ നടക്കുകയാണല്ലോ. എല്ലാ സ്കൂളുകളിലും ബുക്കിൻ്റെ പ്രദർശനമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചെന്ന സ്കൂളുകളിലൊക്കെ ഇന്നലെ പല സ്കൂളുകളിൽ പോകേണ്ടി വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ ബുക്കിൻ്റെ പുസ്തകങ്ങളുടെ പ്രകാശനവും ഒപ്പം തന്നെ പ്രദർശനവും നടക്കുന്നുണ്ട്. കുട്ടികൾ ഈ പുസ്തകത്തെ വന്ന് കാണുകയും അവരോട് അധ്യാപകർ ചിലതൊക്കെ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങക്ക് തോന്നുന്നുണ്ടോ അധ്യാപകർ പുസ്തകം വായിക്കുന്നുണ്ടെന്ന്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പറയുന്ന അർത്ഥത്തിൽ, അതായത് ഈ ഇന്ന് തിരക്കാർന്നൊരു ലോകമാണല്ലോ, ജോലിയുടെ ലോകം, കുടുംബജീവിതം, സ്കൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് പഴയതുപോലെ ഒരു വായന നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മാത്രമല്ല ഇതൊരു അവശ്യ കാര്യമാണെന്ന് കരുതി ബലം പിടിച്ച് വായിച്ചാലാണ് പുസ്തക വായന അത്ര സുഖമുള്ളൊരു കാര്യമൊന്നും അല്ലല്ലോ. അപ്പൊ അത് ബലം പിടിച്ച് ചെയ്താലും സമയം കണ്ടെത്തി ചെയ്താലും മാത്രം നടക്കുന്നതാണ്. പക്ഷെ ഒരു തലമുറ അങ്ങനെ ചെയ്തിരുന്ന തലമുറ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമുണ്ട്. അങ്ങ് പറഞ്ഞാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പുസ്തക വായന എന്ന് പറയുന്നത് വളരെ എളുതായ ഒരു കാര്യമല്ല, അല്ല അത് സുഗമമായി സംഭവിക്കുന്നതല്ല. അല്ല 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 സംഭവിക്കുന്നത് അത് സ്വാഭാവികമായി അതൊരു സ്വഭാവമായിട്ട് മാറ്റിയെടുക്കേണ്ടതാണ്. അതെ അതെ മാറ്റിയെടുക്കേണ്ടതാണ്. എന്നിട്ട് ആ ഒരു സ്വഭാവത്തിലേക്ക് വന്ന് വീണാൽ മാത്രമേ, ആ ട്രാക്കിലേക്ക് വന്നാൽ മാത്രമേ വായന ഉണ്ട്. ഇപ്പൊ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട്, ഒരു അക്ഷരം പോലും വായിക്കാൻ കഴിയുന്നില്ലെന്ന് അവർ പറയുന്നത്. അതെ അതെ അപ്പോൾ നോവൽ വായിച്ചോ? ഇല്ല. കൂട്ടുകാരുടെ ഇല്ല, അതൊരു 12 പേജ് കൂടുതൽ വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വായിക്കാനൊക്കെ പറ്റാതെ മടക്കി വെച്ചിട്ട് വായന എന്തോ ഒരു വലിയ സങ്കീർണമായ ഒരു പ്രക്രിയയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് പോകുന്നവരുണ്ട്. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചാൽ അത് ആസ്വദിച്ച് വായിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്, വായനയെ ആസ്വാദനത്തിനുള്ള ഒരു മീഡിയ ആക്കി മാറ്റാത്തത് കൊണ്ടായിരിക്കണം, ഇല്ലേ? അതുകൊണ്ടായിരിക്കണം. ഞാൻ മറ്റൊരു കാര്യം എനിക്ക് പലപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യം, പുസ്തകം വായിക്കുന്നവർ, നല്ല പുസ്തകം വായിക്കുന്നവർ അധ്യാപകർക്കിടയിലുണ്ട്. നല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നവർ, നന്നായി പുസ്തകം വായിക്കുന്നവരുണ്ട്. പുസ്തകങ്ങളെ കരുതലോടെ സൂക്ഷിക്കുന്നവർ, അതുമായി ബന്ധപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ജനപ്രതിനിധികളിൽ പോലും പുസ്തകം വായിക്കുന്ന ആളുകളുണ്ട്. കാരണം നല്ല തിരക്കുണ്ടായിട്ടും ഈ സമയമില്ല എന്ന് പലരും പറയുന്നുണ്ടല്ലോ, അതൊരു കാപട്യമാണ്. സമയം ഉണ്ടാക്കി വായിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ സമൂഹത്തിലെ വായനയ്ക്കൊരു വലിയൊരു ഇടം ജീവിതത്തിലുണ്ട്, നമ്മുടെ സംസ്കാരത്തിലുണ്ട് എന്ന് വിചാരിക്കേണ്ട ഒരു വിഭാഗമുണ്ട് സമൂഹത്തിൽ. അപ്പോൾ ഈ പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം വായനശാലകളിലൊക്കെ ചെല്ലുമ്പോൾ, വായനയെക്കുറിച്ച് വളരെ ശക്തമായി, വായനയെക്കുറിച്ച് ഇങ്ങനെ മൈക്കെടുത്തിട്ട് എത്ര ഘോരഘോരമാണ് പ്രസംഗിക്കുന്നത് പലരും. പക്ഷേ ഈ കുട്ടികളെ ഉദ്ബോധിപ്പിക്കുന്നത്, പക്ഷെ അവരാരും വായിക്കുന്നില്ല എന്നുള്ളത് കുഞ്ഞുങ്ങൾ പോലും തിരിച്ചറിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ ഒരു വലിയ കാപട്യമുണ്ട്. നല്ലൊരു വായനക്കാരനെ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരനാകാൻ കഴിയൂ. നല്ലൊരു വായനക്കാരനെ ആളുകളെ, ഈ കുട്ടികളെ ശരിക്കും വായനയുടെ കാര്യത്തിൽ ഉപദേശിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു പോയിന്റ് അങ്ങോട്ട് ചോദിക്കുന്നത്, നല്ല ഒരു എഴുത്തുകാരൻ നല്ലൊരു വായനക്കാരനാകേണ്ട ആവശ്യകതയുണ്ടോ? ശരിക്കും വായന അവന് ഏറ്റവും വലിയൊരു ഊർജ്ജമാണ് എഴുത്തിന്. കാരണം ഒന്നിന്റെ അനുകരണം അല്ലെങ്കിൽ പോലും എന്ത് സാഹിത്യത്തിൽ നടക്കുന്നു, എന്താണ് പുതിയ ചലനങ്ങൾ, എന്താണ് ഭാഷയുടെ ഇന്നത്തെ അവസ്ഥ, അതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വായന വേണം. ആ വായന തന്നെ, ആ വായനയുടെ ഒരു കണ്ണാടി ബിംബം പോലെയൊന്നും അല്ല നമ്മുടെ സൃഷ്ടിയെങ്കിൽ പോലും നമ്മുടെ സൃഷ്ടിയെയും എന്തുണ്ട് ഈ വായന സ്വാധീനിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ കൃതിയിലേക്ക്, അങ്ങയുടെ കവിതകളിലേക്ക് വരാം. അങ്ങ് വന്നു കഴിയുമ്പോൾ ആദ്യകാലത്ത് യൗവനത്തിൻ്റെ പൂക്കാലം എന്നൊക്കെ പറയുന്ന ഒരു കൗമാര പ്രായത്തിൽ തന്നെ എഴുതി തുടങ്ങിയ ആളാണ് ശ്രീ അലിയാർ ഇരുമ്പുപാലം. വളരെ ശ്രദ്ധേയമായ കവിതകൾ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ ആരംഭം, യൗവനത്തിൻ്റെ പൂക്കാലം എന്നൊക്കെ നമുക്ക് പറയാം, ആ കാലഘട്ടത്തിൽ എഴുതുകയും ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്ത കവിതകളായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹം കവിതയിൽ നിന്നും ഒന്ന് മാറി സഞ്ചരിക്കുകയുണ്ടായി കുറച്ചു കാലം. എന്തായിരുന്നു ആ മൗനത്തിൻ്റെ കാര്യം? അത് ഈ പറഞ്ഞതുപോലെ ഒരു എഴുത്തിൽ ജീവിക്കുകയും എന്നാൽ എവിടെയൊക്കെ ഒരു അസംതൃപ്തി എനിക്ക് രൂപപ്പെടുകയും ചെയ്തു. കാരണം ഇത് പലപ്പോഴും ഈ എഴുത്തും എഴുത്തുകാരും ഒക്കെ എനിക്ക് എങ്ങനെ തോന്നി, അതായത് ഇതിൻ്റെ ഒന്നും പാരമ്യതയിൽ എത്തുന്നില്ലല്ലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടായി ഇടയ്ക്ക്. പക്ഷേ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ ഞാൻ കുറച്ച് കാലം ഇതിൽ നിന്ന് സൈലൻ്റായി നിന്നു. എന്നാൽ ചെറിയ തോതിൽ വായന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയും ഈ ആർട്ടിക്കിൾ വായിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എഴുത്തിൽ സജീവമായി നിന്നില്ല കുറച്ച് കാലത്തേക്ക്. പിന്നെ ജോലി, കുടുംബം, അങ്ങനെ കുറച്ച് തിരക്കുകൾക്ക് വേണ്ടി ആദ്യം പറഞ്ഞതുപോലെ ബലം പിടിച്ച് നമ്മൾ വായിക്കാനോ ഒക്കെ മുതിരാത്തതുപോലെ തന്നെ എഴുതാനും മുതിർന്നില്ല. അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് എനിക്കൊരു തിരിച്ചറിവുണ്ടായി, നമ്മൾ എക്സ്ട്രാ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉള്ളൂ. കാരണം നമുക്ക് ജോലി ജീവിതമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകാം. പക്ഷെ നമ്മൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണം. കാരണം അത് നമ്മുടെ പാത എഴുത്താണെങ്കിൽ ആ എഴുത്തിനെ സജീവമാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. വൈകിയാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞു. ഈ സർഗജീവിതത്തിനിടയിൽ മൗന വാൽമീകങ്ങളിൽ ഒളിച്ച ഒരു 10 കാലമുണ്ട്. ആ ഒരു 10 കാലം പിന്നീടുള്ള എഴുത്തിന് വലിയ ഊർജമായി മാറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയല്ല തോന്നാറ്. ആ മൗനമായിരുന്ന കാലം ഒരു നഷ്ടമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ കാലവും കൂടി സജീവമായിരുന്നെങ്കിൽ ഇന്ന് എഴുത്തിൽ ഇതിലേറെ
ശ്രദ്ധിക്കപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ നഷ്ടബോധവും കൂടി നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട്. എഴുത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം മലയാള കവിതകളുടെ ഒരു നാൾ വഴികൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 15-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് തനി പച്ച മലയാളത്തിൽ സർവത്ര അലങ്കാര ഭാസ്വരമായി ലളിത കോമള കാന്തപദാവലികളാൽ നിർമ്മിതമായ കൃഷ്ണഗാഥ വരുന്നത്. ചെറുശ്ശേരിയാണത്. അത് 15-ാം നൂറ്റാണ്ടിലാണ്. ചെറുശ്ശേരിയുടെ വളരെ ലളിതമായ കവിതയായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ദിര തന്നോട് പുഞ്ചിരിയായൊരു ചന്ദ്രികമയിൽ പരക്കയാലെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന കവിതയാണ്. അലങ്കാര സമൃദ്ധമാണ്. ഒട്ടേറെ രൂപകവും ഒട്ടേറെ ഉപമയും ഉൾപ്രേക്ഷയും ഒക്കെ തിങ്ങി നിറഞ്ഞ കവിതയാണ്. 16-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ എഴുത്തച്ഛൻ നമ്മുടെ ഭാഷാ പിതാവാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഹരിനാമ കീർത്തനം, ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് തുടങ്ങിയ കൃതികളിലൂടെ അദ്ദേഹം വന്നു ഭാഷയ്ക്കൊരു ഏകീകൃത സ്വഭാവം തരികയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു ക്ലാസിക് ടച്ചാണത്, ക്ലാസിക് പാരമ്പര്യത്തിൻ്റെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തൊട്ട് പിന്നാലെ വന്ന ഉണ്ണായി വാര്യരായാലും പൂന്താനമായാലും രാമപുരത്ത് വാര്യരായാലും 18-ാം നൂറ്റാണ്ടിൽ വന്ന നമ്മുടെ കുഞ്ചൻ നമ്പ്യാരായാലും പിന്നീട് വന്ന വെൺമണി കവികൾ, അതിനുശേഷം വന്ന വലിയ കോയി തമ്പുരാൻ, AR, തൊട്ട് പിന്നാലെ വന്ന നമ്മുടെ കുമാരനാശാൻ തുടങ്ങിയ ആളുകൾ. കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തുള്ളതൊക്കെ അറിയാം. അപ്പോൾ അത് നമ്മുടെ ഒരു നാൾ വഴിയാണ് ഞാൻ അങ്ങേ സൂചിപ്പിച്ചത്. ഇവരെല്ലാം ഒരു ക്ലാസിക് പാരമ്പര്യത്തിൻ്റെ ആളുകളായിരുന്നു. ആശാനാണ് അതിന് തുടക്കം മാറ്റിവെച്ചത്. പിന്നെ ചങ്ങമ്പുഴയായി, ജി ശങ്കരക്കുറുപ്പായി, വൈലോപ്പിള്ളിയായി നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൻ്റെ വഴികൾ മാറുകയാണ്. അങ്ങനെ വന്ന് അയ്യപ്പ പണിക്കരിലേക്കും NV കൃഷ്ണവാര്യരിലേക്കും കക്കാടിലേക്കും ഒക്കെ എത്തുമ്പോൾ മലയാള ഭാഷയുടെ സ്വഭാവത്തിൽ വലിയ അന്തരം വരികയും ചുള്ളിക്കാട് ആ അന്തരത്തെ മറികടന്ന് മറ്റു പഴയതാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ ഒരു പുതിയ ഭാവുകത്വം സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. മലയാളികൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് വന്ന കവികൾ, രാവണി ഉൾപ്പെടെയായാലും പുതിയ കവികൾ, നമ്മുടെ വീരാൻകുട്ടി ഉൾപ്പെടെ ഏറ്റവും അധുനാതനമായ കവികൾ ഉൾപ്പെടെയുള്ള കവികളുടെ കവിത പലപ്പോഴും ഗദ്യത്തിലേക്ക് മാറി. അയ്യപ്പൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെയായിരുന്നു, ഗദ്യത്തിലേക്ക് മാറുകയും ചെയ്തു. അങ്ങ് ഈ നവീന ഭാഷയുടെ പുതിയ ഭാവുകത്വത്തിൻ്റെ ഒരു വിധാതാവാണ്. ഇത്തരം എഴുത്തിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഇത്തരം എഴുത്തിനെ വിശദീകരിക്കുന്നു പറയുമ്പോൾ, കാരണം ഇപ്പോൾ പോലും ചില ആളുകൾ അത്തരം കവിതകൾ വായിച്ചിട്ട് ഇതിലെവിടെ കവിത എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം അത് കവിത എന്ന് പറയുന്നത് ഇന്ന രൂപേണ വേണം, വൃത്തത്തിൽ വേണം, അല്ലെങ്കിൽ ഒരു ഗാനം എന്ന നിലയ്ക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. പക്ഷെ അല്ലാത്ത ഇതിലും കവിത, വളരെ അന്തർലീനമായിട്ടുള്ള കവിത വായനക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. വളരെ നല്ല ആസ്വാദകരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കവിത, ചിലർക്ക് അത് അല്ലായിരിക്കാം ആസ്വാദന തലത്തിൽ വരുന്നത്. പക്ഷേ ഈ കവിതയിൽ, ഈ ആധുനിക ഈ എഴുത്തിൽ നന്നായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പുതിയ എഴുത്തുകാരിൽ നല്ലൊരു വിഭാഗവും ഈ കവിത ഗദ്യത്തിൽ എഴുതാൻ താല്പര്യപ്പെടുന്നവരാണ്. അതിനെ ഗദ്യം എന്ന് തന്നെ പറയാം, പക്ഷെ അതിനെ കവിത എന്ന് വിളിക്കാം. ചില ഗദ്യങ്ങളിലൊക്കെ കവിതകൾ ഇല്ലാതായി പോകുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷെ അങ്ങ് സൂചിപ്പിച്ച ഈ വൃത്തം, ഈ ഛന്ദോബദ്ധമായ കവിതകൾക്ക് ഛന്ദസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക താളത്തിലാണ്. താളമുണ്ടെങ്കിൽ തന്നെ അതിനൊരു ഈണം ഉണ്ടാവും. അപ്പം ഈണമുള്ള കവിതകൾ ആളുകൾ ഓർത്തിരിക്കും. അത്തരം കവിതകളെ ചൊൽക്കവിതകൾ എന്നതിലേക്ക് മാറ്റി നിർത്തും. അപ്പം സംസ്കൃത വൃത്തത്തിൽ എഴുതപ്പെട്ട കവിതകൾ, ഭാഷാവൃത്തത്തിൽ എഴുതപ്പെട്ട കവിതകൾ എന്നൊക്കെ പറഞ്ഞു വന്നു. പക്ഷെ പിൽക്കാലത്ത് നിങ്ങളെപ്പോലുള്ള കവികൾ ഇത്തരം വൃത്തങ്ങളെ, അലങ്കാരങ്ങളെയൊക്കെ ഭാഷയിൽ നിന്ന് ശക്തമായി കുടഞ്ഞു തെറിപ്പിക്കുകയായിരുന്നു, മാറ്റി നിർത്തുകയായിരുന്നു. അത് ഭാഷയ്ക്ക് ഒരു പുതിയ ഭാവം നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. കാരണം അത്തരം കവിതകൾക്കുള്ള ആസ്വാദകരെ തന്നെയാണ് അതിന് നമുക്ക് എവിഡൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. കാരണം വിഷ്ണുപ്രസാദിനെ പോലെയുള്ള ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കവികളുടെ ഗദ്യ കവിതകൾ വായിച്ചാൽ നമുക്കറിയാൻ കണ്ട. കാരണം സാർ ആദ്യം സൂചിപ്പിച്ച പോലെ പദ്യ കവിതയാണെങ്കിൽ അത് ഒരു ചൊൽ കവിത, അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്, ഈണമുണ്ട്, താളമുണ്ട്. അതുപോലെ തന്നെ ഈ ഗദ്യ കവിതകൾ ഓർത്തിരുന്ന് ചൊല്ലുന്ന ഗദ്യ കവിതകളുണ്ട്. വിഷ്ണുപ്രസാദിൻ്റെ കവിതകളൊക്കെ ആ ഗണത്തിൽ വരുന്ന കവിതകളാണ്. എല്ലാ കവിതകളും അല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ വായനക്കാരും അതിൽ പിന്തുടരുന്നവരുണ്ട്. മലയാളികൾ നെഞ്ചേറ്റിയ കവികൾ, ചങ്ങമ്പുഴയെ പോലുള്ള കവികൾ, കുമാരനാശാനെ പോലുള്ള കവികൾ, ശങ്കരക്കുറുപ്പിനെ പോലുള്ള, വൈലോപ്പിള്ളിയെ പോലുള്ള, പി കുഞ്ഞിരാമൻ നായരെ പോലുള്ള കവികൾ, ഇപ്പോൾ സുഗതകുമാരി ടീച്ചറെ പോലുള്ള, ONV സാറിനെ പോലുള്ള, ഭാസ്കരൻ മാഷിനെ പോലുള്ള കവികളൊക്കെ. അപ്പോൾ വയലാറൊക്കെ ജനങ്ങളൊക്കെ ഹൃദയത്തിൽ ആരാധിച്ച ആളുകളാണ്. അവരുടെയൊക്കെ കവിതകൾ ജനങ്ങൾ വായിച്ചു പോകുന്നതാണ്.
കാര്യത്തിലൊന്നും സംശയമില്ല. അപ്പോൾ ആ ഭാഗത്താണ് അവരുടെ കവിതകൾ നന്നായി ചൊല്ലാൻ കഴിയുന്ന കവിതകളുണ്ട്, ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഇവ കാട്ടാക്കടയുടെ കവിതകൾ. ഇപ്പോൾ ഞാൻ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളോട് കവിത ചൊല്ലുന്ന കുട്ടികൾ, മത്സരത്തിനൊക്കെ എത്തുന്ന കുട്ടികൾ മിക്കവാറും കാട്ടാക്കട കവിതകളായിരിക്കും ചൊല്ലുക. ഒന്നുകിൽ രേണുകയായിരിക്കും, അല്ലെങ്കിൽ പത്മതീർത്ഥക്കരയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ബാഗ്ദാദ് ആയിരിക്കും. ഇങ്ങനെ കവിതകളായിരിക്കും. അപ്പോൾ ഇത്തരം കവിതകൾ കേട്ട് നമ്മൾ മടുക്കും. ഈ ചൊൽക്കവിതകളിൽ പ്രത്യേകിച്ച് എനിക്ക് അതിനകത്തുള്ള ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, ഇപ്പം മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ കവി ആരാണെന്ന് കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ആശാനെ ഉള്ളൂരിനെ വള്ളത്തോളിനെ ഒന്നും അറിയില്ല, ചങ്ങമ്പുഴയെ അറിയില്ല, എന്തിനും പി എയോ വൈലോപ്പിള്ളിയോ അറിയില്ല. അവർക്കറിയാവുന്ന ഏക കവി ഇപ്പോൾ മുരുകൻ കാട്ടാക്കടയാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് നമ്മുടെ വായനാ രീതി മാറിയിട്ടുണ്ടോ? അത് വായനയുടെ ഒരു അപജയമാണ്. അത് വായനയിൽ സംഭവിച്ചേക്കുന്നതല്ല. കാരണം ഈ സാർ ആദ്യം പറഞ്ഞ പോലെ ഈ പദ്യരൂപത്തിലുള്ള കവിതകൾ ഇന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു മീഡിയകളിലോ ലഭ്യമാണ്. ഒരു മത്സരത്തിനോ മറ്റോ തയ്യാറെടുക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും പെട്ടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഈ സാധനങ്ങളാണ്. അതുകൊണ്ട് അത് സ്റ്റേജിൽ എത്തുന്നുള്ളതാണ്. അത് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്തു അല്ലേ, അവൻ മറ്റാസ്വാദനത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അവരെ നയിക്കേണ്ടവർ, ഇത് തെരഞ്ഞെടുത്ത് കൊടുക്കേണ്ടവരൊക്കെ അധ്യാപകരാണല്ലോ. അതെ അതെ അല്ലേ, അവിടേക്ക് എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ആസ്വാദനപരതയെ ഒരു വളരെ വിപ്ലവമായ ചില മേഖലകളിലേക്ക് തിരിച്ചുവിടുകയും, എവിടെയാണോ ഇപ്പൊ പോയട്രീസ് അറ്റ് ബോട്ടം എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത് മാത്യു ആർണോൾഡ്, ആക്ച്വലി ശരിയായ കവിതയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതാണ്. ജീവിതം എന്ന് പറയുന്നത് ആഴത്തിൽ അല്ല, കവിത എന്ന് പറയുന്നത് ആഴത്തിൽ ജീവിത വിമർശനമായിരിക്കണം എന്നാണ്. അപ്പോൾ ആ തരത്തിലേക്കുള്ള വിമർശനങ്ങളില്ലാത്ത കവിതകളെ ഈ കുട്ടികൾക്ക് ആലാപ സൗകുമാര്യം മാത്രം നോക്കി വിട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പല തെരഞ്ഞെടുപ്പിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അങ്ങനെ ഈ കവിതയ്ക്ക് വേണ്ടി ജീവിതം നൽകിയ കവികളൊക്കെ ഇല്ലാതാവുകയും ഈ വളരെ വളരെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൻ്റെ സ്ഥായിയായ ഭാവങ്ങളെ കാണാതെ പോകുന്നവർ ചിരപ്രതിഷ്ഠ നേടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു സ്ഥലത്ത് നിൽക്കട്ടെ. ഇപ്പം ഇടുക്കിയിലെ എഴുത്തിന് വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഇത് നമ്മുടെ പ്രേക്ഷകർ കൂടുതലും ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഏതാണ്ട് 40ഓളം എഴുത്തുകാർ നോവൽ രംഗത്ത്, കഥാരംഗത്ത്, കവിതാ രംഗത്ത് ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും. അതിലിപ്പോൾ അശോകൻ മറിയൂർ ഏതാണ്ട് കേരളത്തിൽ മുഖ്യധാരയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് ഏതാണ്ട് മുഖ്യധാരയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയുടെ അതിർത്തിയാണെങ്കിൽ പോലും നേര്യമംഗലത്ത് നമ്മുടെ അക്ബർ മുഖ്യധാരയിലേക്ക് എത്തുകയും അദ്ദേഹത്തിൻ്റെ കവിതകൾ പല ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടുകയും പരിഭാഷിക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രിൻസ് ഓവേലി എന്ന് പറയുന്ന കവി, അതുപോലെ സുബിൻ അമ്പിത്തറ എന്ന് പറയുന്ന ഉച്ചാന്തല മേലെ പുലർകാലെ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, അതുപോലെ റോബിൻ എഴുത്തുപുര, അങ്ങനെയുള്ള ഷീലാലാൽ, സിന്ധു സൂര്യ, ബിന്ദു പത്മകുമാർ, ഈ ഒക്കെ വരുന്നുണ്ട്. സിന്ധു സൂര്യയൊക്കെ വളരെ പുതിയ ഭാവുത്വമായി വളരെ ഒട്ടിച്ചേർന്ന് പോകുന്ന കവിയത്രിയാണ്. ഇപ്പം ഞാൻ പേര് പറഞ്ഞു പോകുമ്പോൾ ജിജോ രാജകുമാരി, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ആരുടെയും പേര് ഇപ്പോൾ ജിജിക്ക ഫിലിപ്പ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം നല്ല കവിത എഴുതും, നല്ല മനോഹരമായ കവിത എഴുതും. അപ്പോൾ അങ്ങനെ കവിത എഴുതുന്ന നമ്മുടെ മിനി മീനാക്ഷി, ഷേർലി മണലിൽ തുടങ്ങിയ ആളുകൾ, ഒരു ശ്യാമള കുമളിയിൽ നിന്ന്, ഇവരൊക്കെ പുതിയ കവിതയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ പഴയ തലമുറയിൽപ്പെട്ട എഴുത്തുകാർ ജോസ് ആൻ്റണി ഉണ്ട്, കാഞ്ചിയാരാജൻ സാറുണ്ട്, KR ഉണ്ട്, അതുപോലെ പുതിയ തലമുറയിൽപ്പെട്ട നോവലിസ്റ്റ് മോബിൻ ഉണ്ട്, കഥാകൃത്ത്, ഇവരൊക്കെ ശക്തമാണ്. എം ജയേന്ദ്രൻ ഉണ്ട്, ഉദയത്ത് പ്രിയകുമാറുണ്ട്, അനുഗ്രഹീത എഴുത്തുകാരനാണ്. ഒപ്പം തന്നെ നമ്മുടെ വിജയമോഹൻ സാറുണ്ട്. ഇങ്ങനെ പേര് എല്ലാവരുടെയും ഒരു ചർച്ചക്കിടയിൽ ഓർത്തിരിക്കാൻ കഴിയില്ല. പക്ഷേ ചർച്ചയിൽ കേൾക്കുമ്പോൾ അവർ അത് മനഃപൂർവ്വം വിട്ടുപോകുന്നതും അല്ല, ഒരിക്കലും അല്ല. ഉണ്ടെങ്കിൽ അങ്ങ് ഓർക്കുകയും കൂടി ചെയ്യണം. അങ്ങനെയുള്ള എഴുത്തുകാർ ഇപ്പോൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ സജീവത, ഇടുക്കിയിലുണ്ടായ ഈ മാറ്റം, എഴുത്തിലുണ്ടായ വലിയ ഒരു മുന്നേറ്റം അങ്ങ് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഒരു 1998-2000 കാലഘട്ടത്തൊക്കെ അടിമാലി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന സോപാനം സാഹിത്യവേദി, സോപാനത്തിൻ്റെ കീഴിൽ ഒരു സാഹിത്യ അക്കാദമിയുടെ ഒരു ക്യാമ്പ് ഇവിടെ വരികയും അക്കാലത്ത് സാഹിത്യ കൂട്ടായ്മ, കവിയരങ്ങുകൾ, ഇത്തരം എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ ഒക്കെ നിരന്തരം നടന്നുകൊണ്ട് ഇരുന്നതാണ്. പിന്നീട് അതിങ്ങനെ നിലച്ചുപോയി. നിലച്ചു പോകാൻ പ്രകൃതിയുള്ള ചില കാരണങ്ങളായിരിക്കാം, എന്തിനും വളർച്ചയും തളർച്ചയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പോയതിന് ശേഷം പിന്നീട് അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പല എഴുത്തുകാരും പിന്നീട് അവർ ഇടുക്കിയുടെ തന്നെ മറ്റു പല ദേശങ്ങളിൽ നിന്നും പതിയെ മുളച്ച് പൊന്തി വന്നിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് അന്ന് ഇതുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ റോബിൻ എഴുത്തുപുരയോ പ്രിൻസ് ഓവേലിയോ അങ്ങനെയുള്ള ആളുകൾക്ക് മറ്റു പല സാറ് ആദ്യം പരാമർശിച്ച പല പേരുകളും
ഈ അടിമാലി കേന്ദ്രീകരിച്ചുള്ള സോപാന സാഹിത്യവേദിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയിരുന്ന ആളുകൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തീർച്ചയായിട്ടും ഇപ്പൊ പഴയ പേരുകളിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒന്ന് ആന്റണി മുനിയറയാണ്. അദ്ദേഹം ഈ മുൻപേ പിറക്കുന്ന പക്ഷി മുൻപേ പിറക്കുന്ന പക്ഷി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഞാനും ഒക്കെ ഒന്നിച്ചായിരുന്നു സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. പിന്നെ പ്രസാധന രംഗവും എഴുത്തും നാടകവും ഒക്കെ ആയിട്ട് വളരെ ശക്തമായി നിന്നത് എൻ്റെ സഹോദരൻ തന്നെയായ സത്യൻ കോനുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ എഴുത്തുകാരുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു സുദർശിനി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി 2 നോവലുമായി കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിർമ്മല ബാലകൃഷ്ണൻ ഒരു കവിതാസമാഹാരവും കഥാസമാഹാരവുമായിട്ട് വന്നിട്ടുണ്ട്. കുമളിയിൽ നിന്ന് ഒരു ശ്രീനിജ പുതിയതായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഇപ്പോൾ ഒരു സരിതാ വേണുഗോപാൽ പുതുതായി ഇന്നലെ കഥകളുമായി രംഗത്ത് വന്ന് പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. ദിവസേന എന്ന നിലയിൽ പുസ്തക പ്രകാശനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ പുസ്തകങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ ഒരു പുസ്തകത്തിൻ്റെ പൂക്കാലം എന്ന് പറയാവുന്ന ഒരു തലത്തിലേക്ക് ഒരുപക്ഷെ പൊതുജനം അത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും സർഗാത്മക രംഗത്ത് ശ്രദ്ധിക്കുന്നവർ ഇതൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതിൽ എണ്ണത്തിലും വണ്ണത്തിലും ഉണ്ട് താനും കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ എം പി മനോജനെ പോലുള്ളവർ, സുസ്മേഷ് ചന്ദ്രോത്തിനെ പോലുള്ളവർ ഒക്കെ ഇവിടെ നിന്ന് ജില്ലയിൽ നിന്ന് പുറത്തു പോയി രക്ഷപ്പെട്ടവരാണ് അല്ലേ. അജയ് പി മങ്ങാട്ട് തുടങ്ങിയ ആളുകളൊക്കെ, അജയ് പി മങ്ങാട്ടിൻ്റെ ഒക്കെ ഇവിടെ ഇന്ന് മനോരമ കിടപ്പുണ്ട്. മനോരമയിൽ വായനയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന വേദിയിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഒരു വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇതുപോലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് ഉയർന്ന് ഈ കേരളത്തിന്റെ മുഖ്യധാര. വിട്ടുപോയൊരു പേരുണ്ട്, രജിശങ്കർ, അതുപോലെ അരുന്ധതി മധുമേഘ, അവരൊക്കെ ഇവിടെ അടിമാലി സ്വദേശികളാണ്. പക്ഷെ ഇപ്പൊ പുറത്ത് ജില്ലയിലാണ്. തീർച്ചയായിട്ടും അശ്വതി ശശികുമാറും വെള്ളത്തൂരിൽ DPP ഒക്കെ തുടങ്ങിയ കാലത്തിൽ 4ാം ക്ലാസ്സിൽ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് വളർന്ന് അങ്ങനെ മറ്റൊരു മേഖലയിൽ കടന്നുപോയത്. അപ്പോൾ അതിനകത്ത് രജിശങ്കർ നല്ലൊരു എഴുത്തുകാരനായിരുന്നു. മാധ്യമത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അടിക്കടിക്ക് വരുമായിരുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി പോയതുപോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള കവിത നന്നായിട്ട് എഴുതുമായിരുന്നു. അങ്ങനെ ഇടുക്കിയിലെ അതുപോലെ നമ്മുടെ ഭാസ്യ രംഗത്ത് അദ്ദേഹം മരിച്ചുപോയി. അന്ന് വളരെ നല്ല ഒരു ചെറിയ തോതിലാണെങ്കിൽ സുകുമാരൻ ചേട്ടൻ എഴുതുമായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേരാണ്. ഒരു നാരായൺ നമുക്ക് അവിടെ നിന്ന് വരുമായിരുന്നു. അപ്പൊ തൊടുപുഴ മേഖലയിലുണ്ട് ഒത്തിരി പേര്. ഒരു ഇന്ദിരയുണ്ട്, അതുപോലെ തന്നെ സുകുമാരരിക്കുഴയുണ്ട്, അങ്ങനെ തൊടുപുഴ കൃഷ്ണൻകുട്ടിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ച് ധാരാളമുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇടുക്കിയുടെ ഒരു സാഹിത്യ ഭൂപടം ഇപ്പോൾ മറ്റ് ജില്ലകളിലേക്ക് സാമ്യപ്പെടുത്താനായില്ലെങ്കിൽ പോലും ഭൂപടം വികസിച്ചിട്ടുണ്ട് അല്ലേ? വളരെയേറെ വികസിച്ചിട്ടുണ്ട്. ആകാശവാണി അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടോ? ആകാശവാണിയും അതുപോലെ M രാജീവ്കുമാർ സാർ ആകാശവാണിയുടെ പ്രോഗ്രാം ചുമതലയുള്ള കാലഘട്ടത്ത് വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. കാരണം ഇടുക്കിയിലെ പല മലമടകളിൽ നിന്ന് ഇവരെല്ലാം പെറുക്കിക്കൊണ്ടുവന്ന് അവർക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. സാഹിത്യരംഗത്ത് നമ്മൾ വിട്ടുപോയ വളരെ സജീവമായിരുന്നല്ലോ റെജി നടന്ത, അദ്ദേഹത്തിന്റെ പേരും ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ എത്രയോ പേര് വിട്ടുപോയിട്ടുണ്ടാവാം. എന്നാൽ പോലും ഈ ഒരു വലിയ മാറ്റം ഇപ്പൊ ഈ കഴിഞ്ഞ തവണ കലോത്സവം നടക്കുമ്പോൾ, ജില്ലാ കലോത്സവം നടക്കുമ്പോൾ ഇടുക്കിയിലെ എഴുത്തുകാരുടെ പേരും അവരെഴുതിയ പുസ്തകങ്ങളുടെ പേരും അവിടെ ഓരോ മത്സരവേദി കിട്ടിയിരുന്നു. അതിനെ വളരെ വളരെ എഴുത്തുകാർക്കുള്ള പിന്തുണയായി നമുക്ക് കാണാം അല്ലേ? തീർച്ചയായിട്ടും അത് ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അത് വളരെ പോസിറ്റീവായൊരു കാര്യമായിരുന്നു, വളരെ പോസിറ്റീവായിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ സമയം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇടുക്കിയിലെ എഴുത്തുകാരെ കുറിച്ച് എന്താണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ? ഇടുക്കിയിലെ എഴുത്തുകാർ ഇപ്പൊ സാർ ആദ്യം പറഞ്ഞു വെച്ചത് തന്നെ അത് തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം വളരെ പുഷ്കലമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം അവർ അറിയപ്പെട്ട് കഴിഞ്ഞു പലരും. ഇന്നിപ്പോൾ കട്ടപ്പന മേഖലയിലായാലും തൊടുപുഴ സാറ് പറഞ്ഞ പോലെ പല ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്യ ജില്ലകളിൽ നടക്കുന്ന ക്യാമ്പുകളിൽ പോലും ഇടുക്കിയുടെ പ്രതിനിധികളായിട്ട് ഒത്തിരി പേര് പങ്കെടുക്കുന്നുണ്ട്. സമകാലികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഇടുക്കിക്കാരുടെ ഒത്തിരി കവിതകൾ വരുന്നുണ്ട്. കാരണം റോബിൻ എഴുത്തുപുരയുടെ, പ്രിൻസ് ഓവേലിയുടെ, സിന്ധു സൂര്യയുടെയോ അക്ബറിൻ്റെയോ ഒക്കെ ആർട്ടിക്കിൾ എല്ലാം പലപ്പോഴും പല ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ഇടുക്കി അടയാളപ്പെടുത്തുകയാണ്. അത് അതിശക്തമായിട്ടാണ് ഇടുക്കി അടയാളപ്പെടുത്തുന്നത് എന്ന കാര്യം സംശയമില്ല. നമ്മൾ കട്ടപ്പനയെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട, മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരാണ് E.J. ജോസഫ്. അതേ നാടക പുസ്തകങ്ങളുമായി സിനിമാ പുസ്തകങ്ങളൊക്കെ ആയിട്ട് അതിശക്തമായ രംഗത്തുള്ള ആളാണ് അദ്ദേഹം. ദർശന എന്ന് പറയുന്ന ഒരു വലിയ സാംസ്കാരിക സമിതിയുടെ ഡയറക്ടർ കൂടിയാണ്. അതുപോലെ ജോസ് വെട്ടിക്കുഴ എന്ന് പറയുന്ന അദ്ദേഹം നാടകത്തെക്കുറിച്ച് ആധികാരികമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരിക്കലും, ഞാൻ ആദ്യം സൂചിപ്പിച്ചെങ്കിൽ പോലും മറക്കാനാവാത്ത ആളാണ് ജോസ് ആന്റണി. ഏതാണ്ട് 20ഓളം നോവലുകൾ എഴുതുകയും അത് ഇടുക്കിയിലൊരു എഴുത്തുകാരനെ അറിയപ്പെടാതിരുന്ന കാലത്തുള്ള ആളാണ്. വളരെ വളരെ ആദ്യ കാലത്ത് തന്നെ കോട്ടയം ഇപ്പൊ കോട്ടയത്തേക്ക് പോയി. മാത്യു ഇടുക്കിക്കാരനായിരുന്നു.
അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത്, അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏതാണ്ട് 10-20ഓളം നോവലുകൾ എഴുതി ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയും ക്ഷത്രിയം പോലുള്ള അതിബൃഹത്തായ ഒരു നോവൽ, മനോഹരമായ ഒരു നോവൽ എഴുതി ദീപികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തതാണ് ശ്രീ ജോസ് ആൻ്റണി. അങ്ങനെ മലയാളത്തിൽ അടയാളപ്പെടുത്തിയ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകളുടെ ഒരു കൂട്ടായ്മ ശരിക്കും ഇവിടെ ഉണ്ട്. അടിമാലി, കട്ടപ്പന, വെള്ളത്തുവൽ, അതുപോലെ നെടുങ്കണ്ടം, തൊടുപുഴയൊക്കെ കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതാണ് സത്യം, അതെ അതെ ഇല്ലേ? അതെ. അപ്പോൾ വായന അസ്തമിക്കുന്നില്ല. ഇല്ല, വായന അസ്തമിക്കുന്നില്ല. ഇല്ല. ഈ പുസ്തകങ്ങൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട്, വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇത് അലമാരികളിൽ അലങ്കാര വസ്തുവായി ഇരിക്കുന്നു എന്ന ആക്ഷേപമുണ്ടോ? അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ജോലി തിരക്ക്, ജീവിത തിരക്ക്, അങ്ങനെയുള്ള കാര്യം മാറ്റിവെക്കപ്പെടാം. പിന്നെ ആകട്ടെ എന്ന് മാറ്റിവെക്കപ്പെടുന്നുണ്ട്. കാരണം പഴയതുപോലെ ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിയുന്ന കുടുംബ സംവിധാനങ്ങളോ സമയമോ ഇല്ല. ശരിയാണ്. അപ്പോൾ വലിയ ഒരു കൂട്ടായ്മകളില്ല. ഇല്ല. കൂട്ടായ്മകളിൽ നിന്നൊക്കെ ആളുകൾ ഒറ്റപ്പെട്ടു പോവുകയും നിനക്കുണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന് കവി പറഞ്ഞതുപോലെ അങ്ങനെ ഒരവസ്ഥകളിലേക്ക് ഒറ്റപ്പെട്ട് ഏകാന്തതയുടെ തടവുകാരായി ആളുകൾ മാറുമ്പോൾ കൂടുതൽ വായിക്കേണ്ടതാണ്. പക്ഷെ അവർ ഈ ഏകാന്തത കൂടുതൽ വായിക്കപ്പെടേണ്ട, പക്ഷെ അവരുടെ കയ്യിൽ മറ്റൊരു ഉപകരണം ഉണ്ടല്ലോ. അതെ അതെ. ആ ഉപകരണത്തിലേക്ക് അവർ ചുരുങ്ങി പോവുകയും ആ ഉപകരണങ്ങൾ അവരെ യന്ത്രത്തലകളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ ഭയങ്കര എല്ലാ വൈകാരികതയും നഷ്ടപ്പെട്ട്, ഇല്ലേ, യന്ത്രമായി മാറുന്ന ഒരു പുതിയ തലമുറയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. എന്നാൽ പോലും നമുക്കൊരു ആശ്വാസമുള്ളതെന്ന് വെച്ചാൽ ആ യന്ത്രത്തിൽ ഇത് കൊണ്ടുവരാം, ഈ വായനയ്ക്ക് വേണ്ടുന്ന കണ്ടന്റ് കൊണ്ടുവരാം, ഉപയോഗിക്കപ്പെടാം, ആ രീതിയിലേക്ക് മീഡിയയെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ മീഡിയ ഇപ്പം തന്നെ എല്ലാവരും കവിത എഴുതുന്നതും കഥ അങ്ങ് പോലും കവിതയൊക്കെ എഴുതുന്നതും അയച്ചു കൊടുക്കുന്നതും ഒക്കെ ഈ മീഡിയ ഉപയോഗിച്ചാണല്ലോ, ഇല്ലേ? ഇപ്പൊ പണ്ടത്തെ പോലെ പേപ്പറിൽ എഴുതി അങ്ങോട്ട് അയക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ എല്ലാ എഴുത്തുകാർക്കും ഭാവുകങ്ങൾ നൽകുന്നു. എല്ലാ വായനക്കാരും എഴുത്തുകാരെക്കാൾ മോശമൊന്നുമല്ല, ഇല്ലേ? വായനക്കാരാണ് ഊർജ്ജം. എഴുത്തുകാരെക്കാൾ ഒട്ടും മോശമല്ല വായനക്കാർ. അതുകൊണ്ട് വായനക്കാരെ ആരും നിലവാരം കുറഞ്ഞവരായി കാണേണ്ടതില്ല. ഓരോ എഴുത്തുകാരനെയും വളരെ ജാഗ്രതയോടെ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യാൻ എഴുത്തുകാർക്ക് കഴിയും. അപ്പോൾ എല്ലാ എഴുത്തുകാരെയും, എല്ലാ വായനക്കാരെയും, എല്ലാ അധ്യാപകരെയും, കുട്ടികളെയും, എല്ലാ വായനശാല ഭാരവാഹികളെയും എന്നുവേണ്ട അക്ഷരവുമായി ബന്ധപ്പെട്ട മുഴുവൻ അക്ഷരസ്നേഹികളെയും ഈ എഴുത്ത് വാരം അല്ലെങ്കിൽ ഈ വായനാ വാരം സ്വാധീനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വന്നതിന് അങ്ങോട്ടുള്ള നന്ദി. എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചതിന് അതിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വായനയെ സംബന്ധിക്കുന്ന ചർച്ച അവസാനിക്കുമ്പോൾ വായന മരിക്കുന്നില്ല എന്ന് തന്നെയാണ് നിഗമനം. തീർച്ചയായിട്ടും വായനയുടെ ഒരു സ്പേസ്, പ്രത്യേകിച്ച് സർഗാത്മക രംഗത്തെ പുസ്തക വായനയുടെ സ്പേസ് മറ്റൊരിടത്തേക്ക്, ഡിജിറ്റൽ വായനാ രംഗത്തേക്ക്, ഈ റീഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. പക്ഷേ എവിടെയോ വായനയുടെ വൈകാരിക തലം നഷ്ടപ്പെടുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നന്ദി, നമസ്കാരം.